തൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. ആ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന സമയത്ത് പോകുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി ഒരു സ്ത്രീയെ കാണുകയാണ്. ആദ്യം ഒന്ന് നോക്കിപ്പോയി. അത് അപ്രതീക്ഷിതമായ നോട്ടമാണ്. വീണ്ടും ആ നോട്ടം ആവർത്തിച്ചു. ആ സമയത്ത് മഹാനായ തൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ ചിന്ത മുളപൊട്ടാൻ തുടങ്ങി. ആദ്യം ചെയ്തത് അപ്രതീക്ഷിതമാണ്, എന്നാൽ രണ്ടാമതും ചെയ്തത് മനഃപൂർവ്വമാണ്. മനഃപൂർവ്വമായി ഒരു സ്ത്രീയെ നോക്കുക എന്ന് പറയുന്ന ഒരു തെറ്റാണ്. ഹബീബ് എന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ട് ഞാനൊരു തെറ്റ് ചെയ്യേ, ഈ തെറ്റ് ചെയ്ത കണ്ണുമായി, തെറ്റ് ചെയ്ത കൽബുമായി, തെറ്റ് ചെയ്ത ശരീരവുമായി ഹബീബിന്റെ അരികിലേക്ക് എങ്ങനെയാണ് ഞാൻ തിരിച്ചു പോവുക? ഈ ചിന്ത മഹാനായ തഅലബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരാൻ തുടങ്ങി. മഹാനുഭാവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഓടി ഓടി മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള മലഞ്ചെരുവിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, 40 ദിവസത്തോളം മദീനയുടെ മലഞ്ചെരുവിൽ വന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈയുയർത്തി തൗബ ചെയ്ത് കണ്ണുനീരൊലിപ്പിച്ചു. മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ അന്വേഷിക്കുകയാണ്. തഅലബ എവിടെ പോയി? ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. 40 ദിവസമായി തഅലബയെ കാണുന്നില്ലേ? ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, തഅലബ ഇന്നാലിന്ന മലമടക്കുകളിലുണ്ട്, ഇന്നാലിന്ന പ്രശ്നമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ പറഞ്ഞയച്ചു. തഅലബയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. തഅലബ പറഞ്ഞു, ഞാൻ വരാം. സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ വരാൻ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഹബീബിനെ നേരിട്ട് മുഖത്തോട് മുഖം നോക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഈ കണ്ണ് ഒരു തെറ്റ് ചെയ്ത കണ്ണാണ്. എൻ്റെ ഹൃദയം തെറ്റിനെ കുറിച്ച് ആലോചിച്ച ഹൃദയമാണ്. ഈ ശരീരം ഒരു തെറ്റ് സംഭവിച്ച ഒരു ശരീരമാണ്. ഈ ശരീരം ഹബീബിന്റെ ശരീരത്തോട് നേർക്കുനേർ നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പുണ്യ ഹബീബ് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോൾ പിറകുവശത്തോടെ ഞാൻ വന്നോളാം. ഈ കണ്ടീഷൻ അംഗീകരിച്ചു. സുബഹി നമസ്കാരത്തിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകുമ്പോൾ പിറകുവശത്തോട് തഅലബ റളിയല്ലാഹു തആല അൻഹു വന്നു. ആ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഹബീബ് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ മഹാനായ തഅലബ റളിയല്ലാഹു തആല അൻഹു സഹിക്കാൻ കഴിഞ്ഞില്ല. ഹബീബിന്റെ ശബ്ദം കേട്ടപ്പോൾ താൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് മഹാനുഭാവന് ചിന്ത വന്നു. ബഹുമാനപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞു, നിലത്ത് വീണ് ബോധരഹിതനായി. നിസ്കാരം കഴിഞ്ഞു. ആളുകൾ ഓടിക്കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. തഅലബ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയെടുത്തുകൊണ്ട് തന്റെ പവിത്രമായ മടിയിൽ വെച്ചുകൊണ്ട് തട്ടി വിളിച്ചു. മഹാനായ തഅലബ റളിയല്ലാഹു തആല കണ്ണു തുറന്നപ്പോൾ ഹബീബിനെയാണ് കാണുന്നത്. ഉടനെ തലയെടുത്തു മാറ്റി. ഹബീബിനെ ചോദിച്ചു, എന്തിനാ തഅലബ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? തഅലബ കാര്യങ്ങൾ പറഞ്ഞു. ഹബീബ്, അങ്ങ് എന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോ ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഈ തെറ്റ് ചെയ്ത ശരീരം അങ്ങയുടെ പരിശുദ്ധമായ ഭൂമിയിൽ സ്പർശിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വസിപ്പിച്ചു, സന്തോഷ വാർത്ത അറിയിച്ചു. പ്രശ്നമില്ല, പ്രയാസപ്പെടേണ്ട, ജിബ്രീൽ എൻ്റെ അരികിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പുറത്തു തന്നു എന്ന സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ തഅലബ റളിയല്ലാഹു തആല അൻഹു സന്തോഷിച്ചു. നമ്മളൊക്കെ നിസാരമായി കാണുന്ന ഒരു ചെറിയൊരു അപരാധത്തിന്റെ പേരിൽ 40 ദിവസത്തോളം മലമടക്കുകളിൽ ചെന്നുകൊണ്ട് തൗബ ചെയ്ത മഹാനായ തഅലബ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പാഠമാണ്. ജീവിതമാസകലം പാപങ്ങൾ കൊണ്ട് നിറച്ചു വെക്കുന്ന നമ്മൾ ഓരോ ആളുകളും വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. എത്ര തൗബ ചെയ്താലാണ് നമ്മുടെ ഈ ശരീരം സംശുദ്ധമാകുന്നത്? എത്ര തൗബ ചെയ്താലാണ് നമ്മുടെ ഈ ഖൽബ് സംശുദ്ധമാകുന്നത്? ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് അനുഭവവേദ്യമാവണമെങ്കിൽ ഹബീബ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം വേണം. ഇനി ഒരിക്കലും പാപങ്ങളിലേക്ക് തിരിച്ചു പോവില്ല എന്ന് ദൃഢനിശ്ചയം വരുത്താൻ നമുക്ക് ഓരോ ആളുകൾക്കും സാധിക്കണം.